കൂടിപ്പോയാൽ ഒരു 2 മിനിറ്റ് മാത്രം ദൈർഘ്യം വരുന്ന ഷോർട്ട് ഫിലിമിൻ്റെ തിരക്കഥയൊന്ന് എഴുതി നോക്കിയാലോ? ഇതാ പിടിച്ചോ. എക്സ്റ്റീരിയർ ഗംഗ ഗ്രീൻസ് അപ്പാർട്ട്മെൻറ്റ്, കൊച്ചി നൈറ്റ്. നഗരമധ്യത്തിലെ അത്യാവശ്യം വലിയ ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ ദൃശ്യം കാണിക്കുന്നു. സമയം രാത്രി 1:30 അടുക്കുകയാണ്. ഇൻറ്റീരിയർ ഫ്ലോർ 13. 13ാം നിലയിലുള്ള 725 നമ്പർ ഫ്ലാറ്റിനുള്ളിൽ ഹാളിൽ ലൈറ്റ് ഓണാണ്. അവിടെ മേശയിലിരിക്കുന്ന റേഡിയോയിൽ ഖലീദയുടെ തിങ്ക് എന്ന സോങ് ഉച്ചത്തിൽ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഹാളിനോട് ചേർന്ന റൂമിനുള്ളിൽ ഒരാൾ ഭിത്തിയിലേക്ക് നോക്കി നിൽക്കുന്നു. തലയിൽ പോലീസിൻ്റെ തൊപ്പിയുണ്ട്, പക്ഷേ വേഷം ജാക്കറ്റാണ്. ആ മുറിയിൽ ലൈറ്റ് ഓഫാണ്. ഹാളിലെ വെളിച്ചമാണ് അവിടേക്ക് വരുന്നത്. ആ വെളിച്ചം വീഴുന്നത് അയാൾ നോക്കി നിൽക്കുന്ന ഭിത്തിയിലേക്കാണ്. ഭിത്തിയിൽ നിറയെ പത്രക്കടലാസുകളും മറ്റും വെട്ടിയൊട്ടിച്ച് എന്തോ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് പോലെ പലതും യോജിപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. പത്രക്കടലാസുകളിൽ മുഴുവൻ ഫാൻറ്റം എന്ന് പേരിട്ടിരിക്കുന്ന മുഖംമൂടി ധരിച്ച ഒരു സീരിയൽ കില്ലറിനെ കുറിച്ചുള്ള വാർത്തയാണ്. അയാൾ പുഞ്ചിരിയോടെ തിരിഞ്ഞ് ആ മുറിയിൽ നിന്നും ഹാളിലേക്ക് മെല്ലെ നടന്നു വന്നു. ശേഷം സോങ്ങിൻ്റെ വോളിയം കുറച്ചു. എന്നിട്ട് അയാൾ റേഡിയോയിൽ നോക്കിക്കൊണ്ട്, "യു ലെഫ്റ്റ് വിത്ത് നത്തിങ് ഡിറ്റക്റ്റീവ്." അത് പറഞ്ഞുകൊണ്ട് അയാൾ മുഖം തിരിച്ചു നോക്കുന്നു. അവിടെ ഒരു പോലീസുകാരൻ മർദ്ദിച്ച അവശനായി രക്തം വാർന്നുകൊണ്ട് കൈകൾ പിന്നിലേക്ക് കെട്ടിയിട്ട നിലയിൽ കസേരയിൽ തല കുമ്പിട്ടിരിക്കുന്നു. അയാൾ പോലീസുകാരൻ്റെ അടുത്തേക്ക് ചെന്നു. പോലീസുകാരൻ്റെ ഇരിപ്പ് സഹതാപത്തോടെ ഒരു നിമിഷം നോക്കി നിന്ന ശേഷം തലയിലെ തൊപ്പിയെടുത്ത് പോലീസുകാരൻ്റെ തലയിൽ വെച്ചു. എന്നിട്ട് അയാൾ, "യു ആർ എ ട്രൂ മാസ്റ്റർ മൈൻഡ്. അതെനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് താങ്കൾ എന്നിലേക്ക് എത്തുന്നതിന് മുൻപേ എനിക്ക് താങ്കളിലേക്ക് എത്തേണ്ടി വന്നത്. എനിക്ക് ഒരുപാട് ജോലി ബാക്കിയുണ്ട് ഡിറ്റക്റ്റീവ് ആൽബർട്ട്." അത് കേട്ട് ആൽബർട്ട് മുഖമുയർത്തി നോക്കി. തെല്ലും ഭയം ആ മുഖത്തില്ല. മുൻപിൽ നിൽക്കുന്നയാൾ ഒരു മുഖംമൂടി എടുത്ത് ധരിക്കുന്നു. മുൻപ് കണ്ട പത്രക്കടലാസുകളിലെ മുഖംമൂടിയാണത്. ഫാൻറ്റം മുഖംമൂടി അണിഞ്ഞ ശേഷം ഒരു ചുറ്റിക എടുത്തു. ശേഷം മെല്ലെ ആൽബർട്ടിൻ്റെ തലയിൽ ഉന്നം പിടിച്ചു നോക്കുന്നു. ആൽബർട്ട് തെല്ലും ഭയമില്ലാതെ നിൽക്കുകയാണ്. ഫാൻറ്റം അടിക്കാൻ ഓങ്ങിയതും പെട്ടെന്ന് പുറത്ത് പോലീസ് വണ്ടികളുടെ സൈറൻ്റെ ശബ്ദം കേട്ടു. അത് കേട്ട അയാൾ വിൻഡോയുടെ കർട്ടൻ മാറ്റി നോക്കി. താഴെ നിറയെ പോലീസ് വണ്ടികളാണ്. ഫാൻറ്റം അത് നോക്കി നിൽക്കെ ആൽബർട്ടിൻ്റെ പിന്നിലേക്ക് കെട്ടിയിരിക്കുന്ന കയ്യിൽ നിന്നും എന്തോ നിലത്ത് വീഴുന്നു. അതൊരു മൊബൈലാണ്. ഫാൻറ്റം അതിനടുത്തേക്ക് ചെന്നു. അതിൽ ഒപ്പം വർക്ക് ചെയ്യുന്ന മറ്റൊരു ഡിറ്റക്റ്റീവിന് അയച്ച മെസ്സേജ് കാണുന്നു. അപ്പോൾ ഫാൻറ്റം, "ഐ ടോൾഡ് യു യു ആർ എ ട്രൂ മാസ്റ്റർ മൈൻഡ്." അത് പറഞ്ഞുകൊണ്ട് ഫാൻറ്റം ചുറ്റിക്കൊണ്ട് സ്വന്തം തലയിൽ മെല്ലെ തട്ടുന്നത് പോലെ ആംഗ്യം കാണിക്കാൻ തുടങ്ങി. തൊട്ടടുത്ത നിമിഷം സ്വന്തം തല തല്ലി പൊളിക്കാൻ ഒരുങ്ങുന്ന മട്ടിലാണ് അയാൾ അത് ചെയ്യുന്നത്. പുറത്ത് വാതിലിന് വെളിയിൽ നിറയെ പോലീസുകാർ വന്നിട്ടുണ്ടെന്ന് ഫാൻറ്റത്തിന് മനസ്സിലായി. അയാൾ ചുറ്റിക സ്വന്തം തലയിൽ ഓങ്ങിക്കൊണ്ട് തന്നെ വാതിലിനടുത്തേക്ക് തിരിഞ്ഞു നോക്കി. അത് കണ്ട് ആൽബർട്ട് ജയിച്ച മട്ടിൽ പുച്ഛത്തോടെ തുപ്പി. എന്നിട്ട് ആൽബർട്ട്, "ഫക്ക് യു, യു ആർ ഫിനിഷ്ഡ്." അത് കേട്ട് ഫാൻറ്റം, "റിയലി?" തൊട്ടടുത്ത നിമിഷം ഒട്ടും പ്രതീക്ഷിക്കാതെ ഫാൻറ്റം ചുറ്റിക കൊണ്ട് ആൽബർട്ടിൻ്റെ തലയിൽ ആഞ്ഞടിച്ചു. അടികൊണ്ട് തലയോട്ടി പൊട്ടി രക്തം പുറത്തേക്ക് കുത്തിയൊഴുകി. അതേസമയം തന്നെ പോലീസ് വാതിൽ ചവിട്ടി തുറന്ന് തോക്ക് ചൂണ്ടി അകത്തേക്ക് കയറി. എന്നാൽ മുന്നിലെ കാഴ്ച കണ്ടവർ ഞെട്ടലോടെ ഒരേ നിൽപ്പ് നിന്നു. ആകെ നിശബ്ദമാണ്. ഖലീദയുടെ സോങ് നേരിയ ശബ്ദത്തിൽ പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ തല തകർന്നിരിക്കുന്ന ആൽബർട്ടിനോട് ചിരിച്ചുകൊണ്ട് ഫാൻറ്റം, "ഫെയർവെൽ ഡിറ്റക്റ്റീവ്, അണ്ടിൽ വി മീറ്റ് അഗെയിൻ." പെട്ടെന്ന് കട്ടാവുന്നു. സിനിമയുടെ പേരിവിടെ എഴുതി കാണിക്കുന്നു.